ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓർപാറ്റിൻ്റെ ഒരു ടേബിൾ ടോപ്പ് ഫാനാണ്. വളരെ ചെറിയ ഒരു ഫാനാണ്. ഈ ഫാനിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പുള്ള കാലത്തും ചൂടുള്ള കാലത്തും രണ്ട് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ചൂടുള്ള കാലത്ത് നോർമൽ എയർ കൂളിങ്ങും, തണുപ്പുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ നമുക്കതിൽ ഹീറ്റ് ഓപ്ഷനും വേറെ അവൈലബിൾ ആണ്. പോരാതെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ടേബിളിൽ ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെക്കാനും, വളരെ ചെറിയ സ്പേസിൽ വെക്കാനും, നല്ല വിൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാനിത് ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാനാണ്. അത്യാവശ്യം നല്ല പവറും പിന്നെ തണുപ്പുള്ള കാലത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇത് ഓർപാറ്റ് എന്ന കമ്പനിയുടെയാണ്. വളരെ വെയ്റ്റ്ലെസ് ആണ്. സൗണ്ടും കുറവ് തന്നെയാണ്. വളരെ കുറവെന്നല്ല എങ്കിലും സൗണ്ട് വളരെ, മറ്റുള്ള എയർ കൂളർ ഫാനുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് സൗണ്ട് വളരെ കുറവാണ്. നമുക്ക് ബേസിക്കലി വരുന്നത് ഒരു 3 പിൻ, ഒരു 16 വോട്ടിൻ്റെ പിന്നാണ് വരുന്നത്. അത് ഇതിൽ ഹീറ്റർ അവൈലബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഹൈ ആംബിയറിൻ്റെ ഒരു 3 പ്ലഗ് വരുന്നത്. പിന്നെ കേബിളിന് ഏകദേശം ഒരു 3 ഫീറ്റ് ലെങ്ത് ഉണ്ടായിരിക്കും. നമുക്ക് എക്സ്റ്റൻഡ് കേബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാം, ആവശ്യമാണെങ്കിൽ അത്രയും ഇതുണ്ടായിരിക്കും. പിന്നെ കൺട്രോൾ ചെയ്യാനും ഓഫ് ചെയ്യാനും പിന്നെ ഹീറ്റർ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോബ് അവൈലബിൾ ആണ്. പിന്നെ ക്വാളിറ്റി വൈസ് ഇത് ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ഇതാണ്. ഞാൻ ഓൾമോസ്റ്റ് 2 years യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അതിൽ കുറച്ച് പൊടിയും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു മെറ്റീരിയലാണിത്. ഓർപാറ്റിൻ്റെ ഫാനാണ് ഇത്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഫാൻ എയർ ഇൻടേക്ക് ചെയ്യുകയും ഇതിലൂടെ അത് ബ്ലോ ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് ചൂടുള്ള സമയങ്ങളിൽ വിൻഡോൻ്റെ പുറത്ത് ഭാഗത്തേക്കായിട്ട് ഈ ഒരു ഭാഗം വെക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് തണുത്ത, അതായത് നമ്മുടെ റൂമിനുള്ളിലത്തെ എയർ അല്ലാതെ പുറത്തത്തെ എയറിനെ ഇൻടേക്ക് ചെയ്യുകയും ഇതിലൂടെ കുറച്ചും കൂടി തണുപ്പായിട്ടുള്ള റൂമിൻ്റെ ഉള്ളിലേക്കാൾ ടെമ്പറേച്ചർ കുറവുള്ള എയറിനെ റൂമിനുള്ളിലേക്ക് ബ്ലോ ചെയ്യാനും ഈ ഒരു ടേബിൾ ഫാൻ കൊണ്ട് പറ്റും. ടേബിൾ ഫാൻ മീൻസ് സ്മോൾ ഫാൻ കൊണ്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെന്റിലേഷൻ്റെ അവിടെയോ അല്ലെങ്കിൽ പുറത്ത് വെച്ച് അവിടെ നിന്ന് ഉള്ളിലേക്ക്, റൂമിനുള്ളിലേക്ക് ഫാൻ ഓണാക്കി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ പുറത്തു നിന്നും എയർ ഉള്ളിലേക്ക് നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പലരും ഈ ഫാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഫാനാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഭയങ്കര ചൂടായിട്ടുള്ളത് കൊണ്ട് നമ്മൾ പല ഫാനുകളുടെ ഓപ്ഷൻസും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എയർ കൂളറുകളും. പിന്നെ എയർ കൂളറിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് അത് ഫുൾ ടൈം ഓണാക്കി വെച്ച് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ, വെള്ളം ഒഴിച്ചു വയ്ക്കുന്നതാണെങ്കിൽ നമുക്കത് ബ്രീത്തിങ്ങിന് ഇഷ്യൂസും അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഒരു നോളേജ് എനിക്കും അറിയില്ല, എങ്കിലും അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. പിന്നെ ശബ്ദം, അത് സൗണ്ട് ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്കത് രാത്രി അതൊരു ഫുൾ സ്പീഡിലെങ്ങാനും ഇടുകയാണെങ്കിൽ ഭയങ്കര ശബ്ദം അതിൽ നിന്നുണ്ടാവും. അത് നമുക്കൊരു സ്ലീപ്പിങ്ങിനൊരു ഡിസ്ട്രാക്ഷൻ പോലെയായിരിക്കും ചിലപ്പോൾ. ഇതിന് കമ്പാരിറ്റീവ്ലി അത് ശബ്ദം കുറവാണ്. ഫാനും ചെറുതാണ്. കമ്പാരിറ്റീവ്ലി അതിൻ്റെ പവറും കുറവായിരിക്കും. മീൻസ് ബ്ലോ ചെയ്യുന്നതിൻ്റെ, വിൻഡ് ബ്ലോ ചെയ്യുന്നതിൻ്റെ പവറും കുറവായിരിക്കും. എങ്കിലും നമുക്ക് ഓഫീസ് വർക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ഫാനാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റ് കിട്ടുന്നതിനും, പുറമെ നിന്ന് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണറിൽ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് കാറ്റ് നന്നായിട്ട് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഈ ഫാൻ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിൽ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ആവണമെന്നുള്ളത്. എങ്ങനെയാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം.
ഈ ഒരു നോബ് കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് ഇത്രത്തോളമാണ്, വളരെ ലൈറ്റായിട്ടുള്ള സൗണ്ടാണ്. 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് നോർമൽ ഫാൻ വർക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ, 2 ഹീറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഹീറ്റിൽ കൂടുതൽ പവർ കൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് 2. പിന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിലൂടെയാണ് കാറ്റ് ഉള്ളിലേക്ക് എടുക്കുന്നത്. നമുക്കത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നതാണ്. ഇതിവിടെ നല്ലതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പിൽ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ, പിന്നെ അതേപോലെ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെ ഇരിക്കും.